വിവിയെ മീറ്റിംഗ് വിളിച്ചു. വിവി 10 മിനിറ്റ് മുമ്പേ വന്നു. ടീം പറയാം. എന്ത് കാര്യങ്ങള്? ലെക്സസിന് എന്താ കാണണമെന്ന് പറഞ്ഞേ? അല്ല ലെക്സസ് ഉണ്ടോ? എന്താ ലെക്സസ് സുഖമല്ലേ? എന്തായിരുന്നു ലെക്സസ് സിറ്റുവേഷൻ? കേക്കുന്നില്ല. നമ്മുടെ ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വന്ന് വണ്ടി ഇങ്ങനെ കയറ്റി വെച്ചത് ബ്രോ. അപ്പം നമ്മളങ്ങോട്ട് ടേൺ ചെയ്യുമായിരുന്നു. അപ്പൊ നിങ്ങളുടെ വണ്ടിയിൽ ഫിറ്റ് ചെയ്തു. അപ്പോ അല്ല, നമ്മള് അങ്ങോട്ട് നമ്മുടെ ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ട്, നമ്മുടെ ഗേറ്റിന്റെ സൈഡിൽ നമ്മളങ്ങോട്ട് നമ്മുടെ ഗ്യാങ് ഹൗസിൽ വണ്ടി കയറ്റിയ സമയത്ത് ബ്രോ എവിടെയാന്നല്ല ചോദിച്ചേ, ആരാ പിറ്റ് ചെയ്തെന്ന്? ബ്രോ ആരാ മനസ്സിലായി? വൺ വേർഡ് ക്വസ്റ്റ്യനാ. ഓക്കെ നമ്മള് എന്ന് പറയുമ്പോ ഞങ്ങളുടെ റോങ് സൈഡ് കയറി വന്നപ്പോ നിങ്ങളൊന്നല്ല ബ്രോ, ആരാദ്യം ഇടിച്ചു അതാണ് ചോദ്യം. വൺ വേർഡ് ബ്രോ. ക്വസ്റ്റ്യൻ നമ്മളാ ചോദിക്കുന്നത്, നമ്മൾ ചോദിക്കും, നിങ്ങൾ ഉത്തരം പറയും. നിങ്ങളെ വണ്ടി ഇടിച്ചു. നമ്മള് നിങ്ങളെ ഇടിച്ചു? അല്ല നിങ്ങളെ വണ്ടി ഇടിച്ചു. അല്ലല്ല. ഓ വാ ബുദ്ധിമാൻ. എന്നാ ആരുടെ വണ്ടിയിലോട്ട് ആരിടിച്ചു? നീ പറ. ബുദ്ധിമാനല്ലേ, പറഞ്ഞിട്ട് പോണം. എന്താടാ? ഞങ്ങളുടെ ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടിൽ അതാണ് ചോദ്യം. അങ്ങനെ പറഞ്ഞ ശരിയാകത്തില്ല ബ്രോ. നിങ്ങളോ നമ്മളോ? ഈ ചോദ്യത്തിന് വൺ വേർഡ്. ആരാണ് ആദ്യം ഇടിച്ചത്? അങ്ങനെയല്ല ബ്രോ, നമ്മള് ചില ബ്രോ ഇരുത്തി ആലോചിച്ചിട്ട് പറഞ്ഞിട്ട് ബാക്കി കണ്ടു. ഒരു ക്വസ്റ്റ്യൻ ഒന്ന് അവ ആലോചിക്കട്ടെ. സമയം കൊടുക്കുക. നീ എന്തിനാ പൊട്ടന്മാരൊന്നും അല്ലല്ലോ. ഉത്തരം നമ്മുടെ ഞങ്ങൾക്ക് യെസ് ഓർ നോ പറയാൻ അറിയത്തില്ല ബ്രോ. നിങ്ങളോ നമ്മളോ? അത് നമുക്ക് ഇങ്ങനെ പറയാൻ അറിയത്തുള്ളൂ ബ്രോ. നമുക്ക് നിങ്ങൾ അവിടെ വന്നിട്ട് പക്ഷെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. ആരാദ്യം ഇടിച്ചു അതാണ് ചോദ്യം. ആരാദ്യം ഇടിച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഫ്രണ്ടിൽ വട്ടം വെച്ചപ്പോ ഞങ്ങൾ ഇടിച്ചു. അത്രേ ഉള്ളൂ. അതേ ആൻസർ. അപ്പൊ ആരാണ് ആദ്യം ഇടിച്ചത്? ഞങ്ങളുടെ ഫ്രണ്ടിൽ വട്ടം വെച്ചപ്പോ അതേ ഉള്ളൂ. ഇനി ബാക്കി വരട്ടെ. അല്ല, നിങ്ങൾ വന്ന് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്ക് പറഞ്ഞ് ഞങ്ങളുടെ ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് നിങ്ങൾ ഇത്ര വിലയുള്ള വണ്ടി കണ്ടിട്ടില്ല. നമ്മുടെ വിലക്കൊക്കെ അത്രയും പൈസ ഉണ്ട്, മനസ്സിലായില്ല? നമ്മുടെ വണ്ടിക്ക് അത്രയും പൈസ ഉണ്ട്. വണ്ടി ഇടിച്ചെന്ന് പറഞ്ഞ് നമ്മളെടുത്ത് പൈസ കൊടുക്കണം ബ്രോ. റോങ് സൈഡ് നോക്കണ്ടേ ബ്രോ? നമ്മുടെ ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടിൽ എവിടെ വന്നിട്ട് വണ്ടിയല്ലേ ബ്രോ? വണ്ടിക്കില്ലേ, ആ വണ്ടിക്കപ്പം ഒന്നും പറ്റിയിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് തന്നെ പറഞ്ഞു ഒന്ന് പിറ്റ് ചെയ്ത് തരാവോ, ഞങ്ങള് പിറ്റ് തന്നു. അപ്പൊ വണ്ടിക്ക് കൂടുതൽ ഡാമേജ് ആയി. അപ്പൊ നമ്മൾ അങ്ങനെ കോടികൾ വന്നിട്ട് അത് കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മള് പൈസ വേണമെന്ന് പറയുന്നത് മോശമല്ലേ? ഞാനല്ല, അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞോളെ. ആരാദ്യം കൊണച്ചത്? അത് ബ്രോ അല്ലേ ബ്രോ? നീ കൊണച്ച് സൗണ്ട് തിരിച്ചു അവന്റെ പേര് ഈദൻ. ആദ്യം കൊണച്ചു. ബ്രോ ആദ്യം കൊണച്ചു.
ബ്രോ അവൻ ആൻസർ മീറ്റിങ്ങള് ചോദിച്ചോ വീണ്ടും പറയാം എത്ര വേണേലും പറയാം ആദ്യം കൊണച്ചു. വീണ്ടും പറയണോ? എയ്ഡൻ ആദ്യം കൊണച്ചോണ്ടായിരിക്കല്ലേ ഇപ്പൊ നിങ്ങള് മീറ്റിംഗ് വിളിച്ച് ഇവിടെ നിക്കണല്ലേ? ആയിരിക്കല്ലേ? ഇതിന് കറക്റ്റ് ആൻസർ പറഞ്ഞില്ലെങ്കിൽ ഓർ അടിച്ചിട്ട് എടാ അളിയെ നീ ആയിരിക്കല്ലേ? എയ്ഡൻ ആദ്യം കൊണച്ചോണ്ടായിരിക്കല്ലേ ഇവിടെ മീറ്റിംഗ് വിളിച്ച് മറ്റേ പുഴുത്തി കൊണച്ചതാരാന്നല്ലേ ചോദിച്ചത് അതന്നെ എയ്ഡൻ ആദ്യം കൊണച്ചോണ്ടാണോ ബ്രോ ഈ മീറ്റിംഗ് വിളിച്ച് ഇവിടെ നിക്കണേ? ആണോ? അത്ര പവർ മനസ്സിലായ? ആ ആരാദ്യം കൊണച്ചത്? എന്താണിത്? അവിടെ നിന്ന് മര്യാദയ്ക്ക് സംസാരിച്ചപ്പോ നീ എന്നടാ കണ്ടി പറഞ്ഞേ മറ്റേ എന്താ പിച്ച് എടുക്കാൻ വരുന്നത്? അതുകൊണ്ടാണ് അതുകൊണ്ടാണ് താളം നിർത്ത് അടി തല്ലുകൊണ്ടവന്റെ താളം മതി തല്ലുകൊണ്ടവന്റെ ഒക്കെ താളം നിർത്ത്. കാര്യമില്ല കഴിവും വേണം തല്ലുകൊള്ളുന്ന തുടങ്ങിയിട്ടില്ല ബ്രോ ഇതിനെക്കാട്ടി ഭേദം തുടങ്ങണ്ടേയിരുന്നു ആണല്ലേ? നിങ്ങൾ വന്നപ്പോ എന്നോട് ഇമ്പോർട്ടല്ലായിരുന്നല്ലോ. തീട്ടമല്ല ഞങ്ങള് പ്രൈം തന്നെ ഞങ്ങള് തീട്ടമല്ല കേട്ടോ ഇറങ്ങി നിന്റെ തല്ലിതുവരെ കൊണ്ടിട്ടില്ല ഞങ്ങളതല്ലേ അത് നിങ്ങളുടെ പെർമിഷൻ എടുക്കണോ? നിങ്ങളുടെ പെർമിഷൻ ഇനിയും തല്ലുള്ളൂ ഗ്യാങ്ങാണെങ്കിൽ ഇനിയും തല്ലുള്ളൂ അതിനുള്ള അതൊക്കെ തന്നിട്ടായിക്കോ ഒരു വാരം തരുന്നത് വരെ ഇവിടെ തരുന്നത് വരെ വേണ്ട മനസ്സിലായി തരുന്നത് വരെ മൂന്നാമത്തെ മീറ്റിംഗ് ആണ് നിങ്ങളിപ്പോ വിളിക്കണേ മനസ്സിലായോ? നട്ടല് മറക്കല്ലേ തിരിച്ചൊരു മീറ്റിംഗ് വിളിക്കുന്നതിന് മുമ്പേ മീറ്റിംഗ് വിളിച്ചത് നിങ്ങളെ മാത്രമാണ്. ഞങ്ങൾ ഇതുവരെ നിങ്ങളോട് തിരിച്ചു വിളിക്കാൻ നട്ടലുണ്ടാവണേ. ഇതിന് നമുക്ക് നമ്മുടെ സമ്മതിച്ചു. അല്ലല്ല വെയിറ്റ് ഈ ലെക്സസ് ഓപ്പി ആരായിരുന്നു? അടുത്ത കൂൾ ഡൗൺ തീരുന്നതിന് അന്ന് തൊട്ട് ലെക്സസ് ഓപ്പി ഗ്യാങ് ഡ്രസ് ഇട്ട് വെളിയിറങ്ങും മനസ്സിലായോ? നീ ചോണയാണെങ്കിൽ വെളിയിറങ്ങി വെളിയിറങ്ങി നോക്ക്. അവന്റെ ഗ്യാങ്ങിലുള്ളവന്മാര് പറയണ്ട നമ്മളെ ഗ്യാങ്ങിലുള്ളവര് പറഞ്ഞു അതാണ് അവന് മെയിൻ. നമ്മള് പറയണ അത്രയുള്ള നിലവാരം. ഭയം 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 ഉണ്ടല്ലോ ഭയം അത് മതി. എന്നിട്ട് ഒരുത്തന് കരയുന്നു കരയുന്നില്ല ഞാൻ പെട്ട് ആ മോട്ടൽ ഒരുത്തനെ പോലും തല്ലിയില്ല ഒരുത്തനെ പോലും തൊട്ടില്ല. നീ ഇതുവരെ ഒരു പ്രീ വാറങ്ങൾ അടിച്ചിട്ടുണ്ടോ ഇത്ര കണക്കാൻ? ഒരു പ്രീ വാർ അതേപോലെ ബ്രോ നിങ്ങൾ അടിക്കാൻ ഇപ്പൊ കഴിവില്ലെന്നല്ലേ പറഞ്ഞു. അങ്ങനെ അടിക്കാൻ കഴിയില്ലേ കൊണക്കാനും വല്ലേ മനസ്സിലായോ? അടിക്കുന്നതിന് മുന്നേ വരെ വേണ്ട അടിക്കുന്നതിന് മുന്നേ വരെ വേണ്ട അടിച്ചതിന് ശേഷം കാണിക്കുന്ന മനസ്സുണ്ടല്ലോ. ഷർട്ടിൽ മാത്രമാണ് ബ്രോ മനസ്സിലായോ? അടിയിലായിരുന്നു കൂടെ കുറച്ച് വാല്യൂ പോയി. ആള് പോയിട്ട് ഒരിടത്ത് പോലും ഡോമിനേറ്റ് അല്ലല്ല സിറ്റുവേഷൻ കണ്ടിന്യൂ ഓക്കെ പറഞ്ഞില്ലോ. ശരി 15 മിനിറ്റ് കഴിഞ്ഞാ ഇല്ലേ മനസ്സിലായില്ലേ? ഇനിയും ദൂറും മനസ്സിലായി. അപ്പൊ
വിട്ടോ വിട്ടോ കേട്ടോ, 15 മിനിറ്റ്. വേഗം പോ 15 മിനിറ്റിലിപ്പോ വാറ്. ഓടിക്കോടാ കുട്ടാ. എടാ, എടാ കണ്ടി പോടാടേ. ഇവിടുന്ന് അടിക്കോളണം നിനക്ക്. കത്തി കൊണ്ടോ. ഇനിയിപ്പോ 15 മിനിറ്റില് വാറ് വിളിച്ചോളൂ.